രവി നാട്ടിൽ പോയി 1 മാസത്തിന് ശേഷം ജോസ് ഒരു സുപ്രധാനമായ ഒരു തീരുമാനമെടുത്തു. അത് നടപ്പിലാക്കാനുള്ള തർക്കങ്ങളിലായിരുന്നു ഞങ്ങൾ. നീ നിന്റെ കാര്യം നോക്ക്, ഞാൻ എൻ്റെ കാര്യം നോക്കിക്കോളാം. എത്രയും പെട്ടെന്ന് നീ തുടങ്ങാൻ നോക്ക്. ശരി ശരി ശരി, ഞാൻ വയ്ക്കുന്നു. ചർച്ചകൾക്കും തർക്കങ്ങൾക്കും ഒടുവിൽ ഞങ്ങളൊരു തീരുമാനമെടുത്തു. രവിയുടെ കഥ രവി തന്നെ സംവിധാനം ചെയ്യുന്നു. എന്താ നിന്റെ തീരുമാനം? ഞാൻ ചെയ്തോളാം. ഞാനാ കാശിറക്കാൻ പോന്നെ. നിന്റെ കഥ നീ തന്നെ സംവിധാനം ചെയ്യുന്നു. എതിർപ്പ് വല്ലതും ഉണ്ടോ നിന്റെ പടത്തിന് ഞാൻ കാശിറക്കുന്നതിന്? അങ്ങനെ നമ്മുടെ ജോസും പ്രൊഡ്യൂസറായി. ആ അമ്മ തന്നെ ചോദിക്കുക, എനിക്കറിയത്തില്ല. രവി, നീ ഒന്ന് നിന്നേ. എവിടാ ഈ പോകുന്നേ? നീ എന്നിട്ട് ഇങ്ങനെ വെപ്രാളപ്പെടുത്താതെ കാര്യം എന്തെന്ന് വെച്ചാ പറ രവി. നീ എവിടേക്കാ പോകുന്ന രവി? നീ എന്തെങ്കിലും ഒന്ന് പറ രവി. എത്ര നേരമായിട്ട് ഇങ്ങനെ നടക്കുന്നു? നീ അടി ഉണ്ടാക്കാൻ വല്ലതും പോവാണോ? ആണോടാ മുകേഷേ? രവി, നീ അമ്മയോട് പറ, വിഷമിപ്പിക്കാതെ പറ രവി. അമ്മയ്ക്കിപ്പോൾ എന്താ വേണ്ടേ? ഞാൻ എങ്ങോട്ടാ പോണേന്നറിയണം, അത്രയല്ലേ ഉള്ളൂ. ഞാനൊരു മലയാള സിനിമ സംവിധാനം ചെയ്യാൻ പോവുകയാ. എന്നുവെച്ചാ ഒരു ഡയറക്ടർ ആവാൻ പോവുകയാ. സിനിമാ ഡയറക്ടറോ? അതെ അമ്മേ. കൊള്ളാം. എന്താ സിനിമയുടെ പേര്? ലവ് ബോണ്ട. ലവ് ബോണ്ടയാ? അതെന്തൊരു പേരടാ? അതായത് അമ്മേ, സ്നേഹം നിഷേധിക്കപ്പെട്ടവർക്ക് വേണ്ടി, ബുദ്ധിമാന്ദ്യം സംഭവിച്ചവർക്ക് വേണ്ടിയുള്ള കഥയാണ്. അത് കൊള്ളാലോടാ. അമ്മ എന്നെ അനുഗ്രഹിക്കണം. ഓ, അമ്മ എന്നെ കൂടി. നീ എവിടെ പോന്ന്? അസിസ്റ്റന്റാ. കൊള്ളാം, രണ്ടും ചേരും. ടാറ്റാ.